രസകരമായ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മഴക്കാലത്ത് സജീവമാകുന്ന പല വിനോദങ്ങളുമുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരമൊരു രസകരമായ മത്സരം മലപ്പുറത്ത് നടന്നു. എന്താണെന്നല്ലേ? മരവടി അല്ല, തിരൂരങ്ങാടി ചെറുമുക്കിൽ സംഘടിപ്പിച്ച ചൂണ്ടയിടൽ മത്സരമാണ് വേറിട്ട കാഴ്ചയായത്. തിരൂരങ്ങാടിയിൽ നിന്നും മുബഷിർ പി അക്ബർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കണ്ടുവരൂ. മലപ്പുറം ജില്ലയിലൊക്കെ കനത്ത മഴ തുടരുമ്പോഴും ഇത്തരത്തിലുള്ള പ്രത്യേക വിനോദങ്ങളിൽ ഏർപ്പെടുകയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിലെ ആളുകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂരങ്ങാടി ചെറുമുക്ക് ഭാഗത്താണ്. ചെറുമുക്കിൽ മനോഹരമായ ഒരു അമ്പൽപ്പാടങ്ങൾക്ക് ഒരു ഭാഗത്ത് വെച്ചാണ് ചൂണ്ടയിടൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിരവധി ആളുകളാണ് ചൂണ്ടയിടൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ ചൂണ്ടൽ വിദഗ്ധരൊക്കെ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, വരിവരിയായി നിന്ന് ഈ ഒരു അമ്പൽക്കുളത്തിൽ ചൂണ്ടലിടുകയാണ്. മീൻ ലഭിക്കുന്നവർ അതിനനുസരിച്ച് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മീൻ കിട്ടിയോ? മീൻ കിട്ടി. ഇങ്ങനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മത്സരത്തിൽ? ആദ്യമായിട്ടാണ്. നേരത്തെ ചൂണ്ട കിട്ടിയിട്ട് വലിയ പരിചയമുണ്ട്. പെട്ടെന്നൊന്നും കിട്ടണില്ല, കുറച്ച് കഷ്ടപ്പാടാണ് കിട്ടാൻ. നമ്മുടെ മത്സര സംഗതി എങ്ങനെയാ? നല്ല ആവേശത്തിലാണ്, അടിപൊളിയാണ്, ഉഷാറാണ്. അർജന്റീന ജയിച്ചിട്ട് ചൂണ്ടൽ മത്സരം. നമുക്ക് പന്തൽ കഴിഞ്ഞാൽ പിന്നെ ചൂണ്ടൽ മത്സരം. അതെ, അതാണ് ഹോബി. എന്തോ ഒരു കഷ്ടം. ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വന്ന ടീമാണ്. ഞങ്ങൾ 5 പേരാണ്. 5 പേരും പങ്കെടുത്തു. അതിൽ 3 പേര് ഇപ്പോൾ പങ്കെടുത്ത് തോറ്റു. ഇനി 2 പേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പോയി കൈപ്പിയിലുള്ള പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു. ഇതുപോലെ നല്ല ഓഡിയൻസും നല്ല ഇതുപോലെ സഹകരണമുള്ള അടിപൊളി സ്ഥലങ്ങളാണ്. തിരുവങ്ങാടി ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ, അതുപോലെ തന്നെ വിസ്മയ കലാകായികവേദി, രണ്ടും പ്രഗത്ഭ ഒരു സംഘടനയാണ് ഈ പ്രദേശത്തെ. എല്ലാ സംഗതിയും, അതായത് മാലിന്യ സംസ്കരണ നേതൃത്വത്തിൽ, ആരോഗ്യ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ചൂണ്ടയിടൽ, അതുപോലെ തന്നെ നീന്തൽ മത്സരം, എല്ലാ മേഖലയിലും ഞങ്ങൾ 3 വർഷമായിട്ട് നമ്മൾ ചൂണ്ടയിടൽ മത്സരം തുടങ്ങിയിട്ടുണ്ട്. അഖില കേരള നീന്തൽ മത്സരമാണ് കഴിഞ്ഞ ഈ 2-3 വർഷമായിട്ട് നമ്മൾ ഇതിന് പേരിട്ടുള്ളത്. ഏകദേശം 10-600ഓളം പേര് ഇതിൽ നമ്മൾ ഇത് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് 50-അടുത്ത് ടീമുകൾ പങ്കെടുക്കുന്നത് ജില്ലേൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട്. പാലക്കാടുണ്ട്, അത് കോഴിക്കോടുണ്ട്, മലപ്പുറമുണ്ട്. അതായത് നമ്മൾ തുടക്കം രജിസ്ട്രേഷൻ ചെയ്യണം. ആദ്യം വരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യും. തുടക്കത്തിൽ ആദ്യം കിട്ടേണ്ട ആൾക്കാണ് ഫസ്റ്റ്, പിന്നെ കിട്ടുന്ന സെക്കൻഡ്, പിന്നെ 3 പേരെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. പിന്നെ വരേണ്ടത് വീണ്ടും 5 പേരെ ഇടും. 2 പേരെ പിന്നെ നമ്മൾ ഇതിങ്ങനെ കഴിഞ്ഞ് കണ്ടിന്യൂ ആയിട്ട് പോയിന്. പിന്നെ ക്വാർട്ടർ ഫൈനലിലേക്കാണ് വരേണ്ടത്, പിന്നെ സെമി, പിന്നെ ഫൈനൽ 3 ആൾ വരിക. ഈ 3 പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ട്രോഫി ക്യാഷ് പ്രൈസ്, സെക്കൻഡ് ആൾക്ക് ട്രോഫി ക്യാഷ് പ്രൈസ്, തേർഡ് കാർക്ക് ട്രോഫി മാത്രമേ ഉള്ളൂ. നാട്ടിൻ പുറത്ത് നന്മയുള്ള കാഴ്ചകളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. ഇതുപോലത്തെ വിനോദങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്ന കൂട്ടായ്മകളെ തന്നെയാണ് ഇവിടെയൊക്കെ തന്നെ പ്രധാനമായും അഭിനന്ദിക്കേണ്ടത്. തിരൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ. സാധാരണ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഴക്കാലത്ത് മീൻ ചൂണ്ടയിടയിൽ എന്നുള്ളത് ഒരു പുതിയ ഗെയിമായിട്ട് മാറിയിട്ടുണ്ട്. സംഭവം സൂപ്പറാ അല്ലേ? അങ്ങനെയൊക്കെ